ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്താൽ നമുക്ക് കണ്ടോ ഈ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശവും നമുക്ക് കണ്ടോ നല്ല വൃത്തിയോടുകൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ നെക്ക് പൈപ്പിംഗ് ചെയ്യേണ്ട തുണിയെ ഇതുപോലെ നേരെ പകുതിയായി മടക്കി വെക്കുന്നു. ഇത് നമ്മൾ ലൈനിങ് ഉള്ള നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് വരഞ്ഞു വെക്കുന്നു. നമുക്ക് എങ്ങനെയാണോ നമുക്ക് നെക്ക് ആവശ്യം നമുക്ക് അളവിൽ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പറഞ്ഞത് ഇത് ലൈനിങ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം കണ്ടോ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം നമുക്ക് തെന്നി മാറി പോകാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 പീസ് ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒന്ന് ഇതുപോലെ നമ്മുടെ ലൈനിങ് ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പോലെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടി ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൈപ്പിംഗ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തുണി എടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി. ഇത് നമ്മുടെ തുണിയുടെ നീളത്തിലുള്ള കരവശമാണ്. ഇത് നമ്മുടെ വിലങ്ങനെ വരുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും തുണിയെ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ക്രോസിലാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ നേരെയോ വിലങ്ങനെയോ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. പൈപ്പിങ്ങിന് വേണ്ട പീസ് നമ്മളെപ്പോഴും ക്രോസിലാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. നമ്മുടെ പൈപ്പിങ്ങിന് ആവശ്യമുള്ള തുണി നമുക്ക് നീളത്തിനനുസരിച്ച് നമുക്കിത് ജോയിൻറ്റ് ചെയ്തെടുക്കാം കണ്ടോ. ഈ ഒരു പീസാണ് നമ്മൾ എടുക്കുന്നത്. ക്രോസിലായതുകൊണ്ട് തന്നെ കണ്ടോ നമുക്ക് നല്ലവണ്ണം വലിഞ്ഞ് കിട്ടുന്നത് കണ്ടോ. ഈ ഒരു ഭാഗം നമ്മളൊരു 1.25 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ നമ്മുടെ സ്റ്റിച്ച് ചെയ്യേണ്ട പീസിൻ്റെ നല്ല വശം മുകളിൽ വെച്ചുകൊണ്ട് ഇതുപോലെ റൗണ്ടിൽ ഈ ഒരു പീസ് നമുക്ക് തയ്ച്ചെടുക്കുന്നു. നമുക്ക് പൈപ്പിംഗ് ചെയ്യേണ്ട പീസ് ഇതുപോലെ തയ്ച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ക്രോസ് പീസ് നമ്മൾ കഴുത്തിന് സ്റ്റിച്ച് ചെയ്യാൻ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു പീസ് നമുക്ക് വലിക്കുകയോ ചുരുക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കറക്റ്റ് നമ്മൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഈ ഒരു പീസ് വലിച്ചു കൊടുക്കാനൊന്നും പാടില്ല. നമുക്ക് വൃത്തി ഉണ്ടാവില്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ പീസ് നമ്മളിവിടെ പൈപ്പിങ്ങിന് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഈ ഒരു പീസ് നമ്മളെല്ലാ സ്ഥലത്തും ഒരു പോയിന്റ് വീതിയിലാണ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. കൂടുതൽ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. ഇനി നമ്മൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുക കേട്ടോ. ഈ ഒരു കട്ടിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങിന് വേണ്ടി നമ്മുടെ കഴുത്ത് നല്ലവണ്ണം റൗണ്ട് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ഈ ഒരു കട്ടിങ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു പീസിനെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക കേട്ടോ. നഖം വലിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ടാമത്തെ സൈഡ് ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസിനെ ഇതുപോലെ കവർ ചെയ്തുകൊണ്ട് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു പീസിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത പീസിനെ ഇതുപോലെ വെച്ച് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ. ഇതുപോലെ വെച്ച് കറക്റ്റ് നമ്മുടെ ആ ഒരു നമ്മൾ ഈ ഒരു പൈപ്പിംഗ് പീസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു വീതി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസിനെ കറക്റ്റ് കവർ ചെയ്തുകൊണ്ട് തന്നെ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി കൊടുത്ത് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക കണ്ടോ. ഇതുപോലെ മടക്കി കറക്റ്റ് ഇതുപോലെ മടക്കി നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് വരുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് പീസിലും സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിൻ്റെ മുകളിലും കൂടുതലായി വീതിയിൽ വരാതെ രീതിയിൽ ആ ഒരു സ്റ്റിച്ച് നമ്മൾ ഈ ഒരു യെല്ലോ കളർ നമ്മളവിടെ ഫിറ്റ് ചെയ്ത ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി ഈ യെല്ലോ പീസിൽ നമുക്ക് സ്റ്റിച്ചിങ് തട്ടാതെ നമ്മുടെ പൈപ്പിംഗ് പീസിൽ സ്റ്റിച്ചിങ് തട്ടാതെ രീതിയിൽ നമുക്ക് ഇതുപോലെ കണ്ടോ ഈ ഒരു ഉൾവശത്ത് നിന്ന്
നമ്മൾ ഈ ഒരു കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റായി മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കറക്റ്റ് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്താൽ മതി. നമ്മളിത് ആദ്യം നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ആ ഒരു പീസിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ പിന്നെ ആ ഒരു പീസ് പുറത്തേക്ക് വരില്ല, കറക്റ്റായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ നമ്മളത് മുകളിൽ ഫസ്റ്റ് ഭാഗം ചെയ്തതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഇതുപോലെ നമുക്ക് കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടോ. അപ്പോൾ നമ്മളിത് പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ആ ഒരു യെല്ലോ പീസിൽ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് തട്ടാതെ കറക്റ്റ് നമ്മളതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കൂടി കറക്റ്റ് നമ്മൾ ഒരേ വീതിയിൽ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശവും കണ്ടോ, ഇവിടെ നമുക്ക് ആ ഒരു ഉൾവശത്തുള്ള പീസൊന്നും പുറത്തേക്ക് വരാതെ കറക്റ്റായിട്ട് നമ്മൾ അതിനെ കവർ ചെയ്തുകൊണ്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയോടുകൂടി പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.